ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് NIOS +2 പൊളിറ്റിക്സിലെ തേർഡ് മൊഡ്യൂളാണ്. മൊഡ്യൂൾ 3 ആണ്. അതിൽ ചാപ്റ്റർ 10, 10ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവ്, കേന്ദ്രകാര്യ നിർവഹണ വിഭാഗം എന്നുള്ള 10ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പുള്ള മൊഡ്യൂൾ 1ലെയും മൊഡ്യൂൾ 2ലെയും ചാപ്റ്റേഴ്സ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും കാണാൻ സാധിക്കും. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ ക്ലാസ് കാണുന്നവർ ഒരു 70% ആളുകളും കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ്. വെറും ഒരു 30 അല്ലെങ്കിൽ 25% കുട്ടികളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ക്ലാസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ക്ലാസ് കാണുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ക്ലാസ് ഷെയർ ചെയ്ത് ചിപ്പ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഒന്നിച്ച് ക്ലാസ്സുകളിലേക്ക് പോകാം. തുടർന്നും അങ്ങോട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ക്ലാസ്സുകളെല്ലാം പ്ലേലിസ്റ്റിൽ സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ ചാപ്റ്റർ 10 യൂണിയൻ എക്സിക്യൂട്ടീവ്, കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ, ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ്? അതിൻ്റെ ആൻസർ നോക്കൂ. രാജ്യത്തിൻ്റെ പ്രഥമ പൗരനാണ് ഇന്ത്യൻ പ്രസിഡന്റ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ നിർവഹണത്തിനുള്ള അധികാരം ഔപചാരികമായി പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള അധികാരം അത് ഔപചാരികമായിട്ട് ഒഫീഷ്യലായിട്ട് പ്രസിഡന്റിൽ പരിപൂർണമായിട്ട് നിക്ഷിപ്തമാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് താഴെ പറയുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തത്, അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. 2, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 3, ഗവൺമെൻറ് സർവൻ്റ് ആകാൻ പാടില്ല, അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകാൻ പാടില്ല. 4ാമത്തെ കാര്യം, ലോക്സഭ അംഗമാകുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ലോക്സഭ അംഗമാകാൻ ഏതെല്ലാം യോഗ്യതകളുണ്ടോ അതെല്ലാം പ്രസിഡന്റ് ആകുവാനുള്ള യോഗ്യതകൾ ആകുന്നതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഇന്ത്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ, 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി വിശദമാക്കുവാനാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൻ്റെ ആൻസർ നോക്കൂ. പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും മെമ്പർ ഓഫ് പാർലമെന്റ്, നമ്മൾ MP എന്ന് പറയില്ലേ, മെമ്പർ ഓഫ് പാർലമെന്റ്. നമ്മുടെ കേരളത്തിൽ നിന്ന് 20 MP-മാരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ, അവരെ പറയുന്ന പേരെന്താണ്? MLA-മാർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ MLA-മാരും അതാത് സംസ്ഥാനങ്ങളിലെ MP-മാരും അതുപോലെ അതാത് സംസ്ഥാനങ്ങളിലെ MLA-മാർ, സാമാജികർ എന്ന് പറയും, അവരെല്ലാം ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി പ്രസിഡന്റിന്റെ കാലാവധി എത്രയായിരിക്കും? 5 വർഷമായിരിക്കും. എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഒരു പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഇനി ഒന്നാമത്തെ കാര്യം നോക്കൂ. ഒരു സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയെ അവിടുത്തെ നിയമസഭാ സാമാജികരുടെ എണ്ണം കൊണ്ട് ഹരിച്ച് ആ സംഖ്യയെ 1000 കൊണ്ട് വീണ്ടും ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ
ആ സംസ്ഥാനത്തെ ഒരു നിയമസഭാ സാമാജികന്റെ വോട്ട് മൂല്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനസംഖ്യയാണ് ഉള്ളത് അല്ലേ. ഇപ്പൊ കേരളത്തിലുള്ള അതേ ജനസംഖ്യയാണോ തമിഴ്നാടുള്ളത്? അല്ല, അവിടെ കൂടും അല്ലേ. അതേ ജനസംഖ്യയാണോ ഗോവയിലുള്ളത്? അല്ല, അവിടെ നന്നായിട്ട് കുറയുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലൊരു സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയെ അവിടുത്തെ നിയമസഭാ സാമാജികരുടെ എണ്ണം കൊണ്ട് ഹരിക്കുകയും, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് 120 MLA-മാരാണ് ഉള്ളത്. അപ്പൊ 120 കൊണ്ട് ഹരിക്കുകയും അതിനുശേഷം ആ സംഖ്യയെ വീണ്ടും 1000 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ആ സംസ്ഥാനത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സാമാജികന്റെ വോട്ടിന്റെ മൂല്യമായിട്ട് കണക്കാക്കുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം പറയുന്നത് എല്ലാ നിയമസഭാ സാമാജികരുടെയും മൊത്തം വോട്ടിന് പാർലമെന്റിലെ ഇരു സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ച് കിട്ടുന്ന തുകയാണ് ഓരോ പാർലമെന്റ് അംഗത്തിന്റെയും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിന്റെ മൂല്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ മൂല്യത്തെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് വൺ വരുന്നത് മൂന്നാമത്തത്, എക്സ്പ്ലെയിൻ ദ പൊസിഷൻ ഓഫ് ദ പ്രസിഡന്റിന്റെ പദവി എന്താണ്? ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രപതിക്ക് പല അധികാരങ്ങളും വിഭാവനം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന് ഒട്ടേറെ വിശിഷ്ടമായ പദവിയാണ് ഉള്ളത്. ഇന്ത്യൻ പ്രസിഡന്റ് രാഷ്ട്രത്തിന്റെ തലവനാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രഥമ പൗരൻ, അതായത് ഇന്ത്യയിലെ ഓരോ ജനങ്ങളെ നമ്മൾ വരിക്ക് നിർത്തുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പേര് ആരുടേതാണ് എഴുതുക? പ്രസിഡന്റിന്റെ പേരാണ് എഴുതുക. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് രാഷ്ട്രത്തിന്റെ തലവനാണ്. എന്നാൽ യഥാർത്ഥ എക്സിക്യൂട്ടീവ് ക്യാബിനറ്റിന്റെ തലവനായ പ്രധാനമന്ത്രിയുമാണ്. അതായത് എക്സിക്യൂട്ടീവ് ക്യാബിനറ്റ്, അതായത് നമ്മൾ മന്ത്രിമാരുടെ തലവന് ആരായിരിക്കും? ക്യാബിനറ്റ് മന്ത്രിമാർ എന്നൊക്കെ പറയും. ശേഷം നമ്മൾ വിശദമായി പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. ഇനി രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റാണ്. അതുപോലെ ക്യാബിനറ്റ് എക്സിക്യൂട്ടീവ്, നമ്മൾ മന്ത്രിസഭ എന്നൊക്കെ പറയും, ക്യാബിനറ്റ് മന്ത്രിമാർ, അവരുടെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഭരണഘടനയിലെ 63-ാം വകുപ്പിൽ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. 63-ാം വകുപ്പിൽ ഇതിനെക്കുറിച്ച്, രാഷ്ട്രപതിയുടെ അധികാരങ്ങളെക്കുറിച്ച്, നിക്ഷിപ്തമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ 74-ാം വകുപ്പിൽ ഇക്കാര്യത്തിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കാൻ ഒരു ക്യാബിനറ്റ് ഉണ്ടായിരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി 42-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ക്യാബിനറ്റിന്റെ അഭിപ്രായമനുസരിച്ച് പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടതാണെന്ന് പാസാക്കിയിരിക്കുന്നു. അപ്പോൾ പ്രസിഡന്റ് എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? ക്യാബിനറ്റിന്റെ അഭിപ്രായം, അതായത് കേന്ദ്ര മന്ത്രിമാരുടെ അഭിപ്രായം അനുസരിച്ച് അവർ പാസാക്കിയെടുത്ത കാര്യങ്ങളായിരിക്കണം പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ 44-ാം ഭേദഗതിയിൽ ഇത് മാറ്റം വരുത്തി. ഇതനുസരിച്ച് പാർലമെന്റ് പാസാക്കിയ ബിൽ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാവുന്നതാണ്. അതായത് നമ്മൾ പാർലമെന്റിലും അതുപോലെ രാജ്യസഭയിലും പാസാക്കിയ ഒരു ബില്ല്, അത് രാഷ്ട്രപതി ഒപ്പിടുന്നതോടു കൂടെയാണ് ആ ബില്ല് നിലവിൽ വരുന്നത്. പക്ഷേ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ എന്താക്കാം? അത് വീണ്ടും പാർലമെന്റിലേക്ക് തന്നെ ഒന്നുകൂടെ പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ചയക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിന് ഉണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, എക്സ്പ്ലെയിൻ ദ പവർ ഓഫ് ദ പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ച് വിശദീകരിക്കുക. അദ്ദേഹത്തിന്റെ ഒന്നാമത് പറയുന്നത് എക്സിക്യൂട്ടീവ് പവറാണ്, ഭരണപരമായ ചുമതലകളാണ് പറയുന്നത്. ഇവിടെ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്ന് ചോദിച്ചറിയുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ട്. അപ്പോൾ മന്ത്രിസഭ എന്തെല്ലാം കാര്യങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത്, അതേക്കുറിച്ച് പ്രധാനമന്ത്രിയോട് ചോദിച്ചറിയുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്, പ്രസിഡന്റിനുണ്ട്. ഭരണകാര്യങ്ങളിൽ മതിയായ വിവരങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ ധരിപ്പിക്കേണ്ടതുണ്ട്. തിരിച്ച് നേരെ അങ്ങോട്ടേക്കും വേണം. ഭരണകാര്യങ്ങളിൽ പ്രധാനപ്പെട്ട, അതായത് എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ അറിയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സംരക്ഷിതാധികാരങ്ങൾ പ്രകാരം പ്രധാനമന്ത്രിയെ നിയമിക്കേണ്ടത്
രാഷ്ട്രപതിയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയെ നിയമിക്കുക ആരായിരിക്കും? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി മന്ത്രിമാരെ നിയമിക്കുകയും അവർക്കുള്ള വകുപ്പുകൾ വിഭജിച്ച് നൽകുകയും ചെയ്യും. അപ്പോൾ ക്യാബിനറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതിനുള്ള ലിസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് പ്രകാരം രാഷ്ട്രപതിയാണ് മന്ത്രിമാരെ നിയമിക്കുക. അതുപോലെ അവർക്കുള്ള വകുപ്പുകൾ വിഭജിച്ചു കൊടുക്കുന്നതും രാഷ്ട്രപതിയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമായിരിക്കണം. അപ്പോൾ പ്രധാനമന്ത്രി എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് വകുപ്പുകൾ കൊടുക്കുകയും മന്ത്രിമാരെ നിയമിക്കുകയും ചെയ്യുന്നത്. മന്ത്രിമാരെ നിയമിക്കേണ്ടതും അവർക്കുള്ള വകുപ്പുകൾ വിഭജിച്ച് നൽകേണ്ടതുമായ ചുമതല രാഷ്ട്രപതിയിലാണ്. പ്രധാനമന്ത്രിയുടെ താൽപര്യങ്ങൾക്കനുസൃതമായാണ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. ഇനി എന്നാൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത്, പ്രധാനമന്ത്രിയുടെ നിയമനം കൂടാതെ കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ, ലെഫ്റ്റ് ഗവർണർമാർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാർ, ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, UPSC ചെയർമാൻ, മെമ്പർമാർ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ സ്പെഷ്യൽ ഓഫീസർമാർ, അംബാസിഡർമാർ തുടങ്ങിയവരെയെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നിയമിക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയാണ്. ആരൊക്കെ വരുന്നത്? കേന്ദ്രമന്ത്രിമാര്, ഗവർണർമാർ, ലെഫ്റ്റ് ഗവർണർമാർ, സുപ്രീം കോടതി ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസുമാർ, പിന്നെ അവിടുത്തെ ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, UPSC ചെയർമാൻ, മെമ്പർമാർ, പട്ടികജാതി വർഗ കമ്മീഷന്റെ സ്പെഷ്യൽ ഓഫീസർമാർ, പിന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അംബാസിഡർമാരുണ്ടായിരിക്കും, വിവിധ രാജ്യങ്ങളിലായിട്ട് നിൽക്കുന്ന അംബാസിഡർമാർ തുടങ്ങിയവരല്ല. അപ്പോൾ ഇത്തരത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട പോസ്റ്റിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് വരുന്നത്. ഇതിൽ സുപ്രീം കോടതി, ഹൈക്കോടതി, ചീഫ് ജസ്റ്റിസുമാർ, ജഡ്ജിമാർ, UPSC ചെയർമാൻ, മെമ്പർമാർ എന്നിവരൊഴികെ ബാക്കി എല്ലാവരെയും രാഷ്ട്രപതിക്ക് സ്ഥാനഭ്രഷ്ടനാക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് ഇവരെ പുറത്താക്കാൻ സാധിക്കും. ആരൊക്കെയാണ്? അതായത് സുപ്രീം കോടതി, ഹൈക്കോടതി, ചീഫ് ജസ്റ്റിസുമാർ, പിന്നെ ജഡ്ജിമാർ, UPSC ചെയർമാൻ, മെമ്പർമാർ, ഇവരെ ഒഴിവാക്കാൻ പറ്റുകയില്ല. ബാക്കി വരുന്ന ആളുകളെയൊക്കെ രാഷ്ട്രപതിക്ക് എന്തെങ്കിലും കാരണങ്ങൾ, വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സ്ഥാനഭ്രഷ്ടനാക്കാൻ, അതായത് അവരെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. എന്നാൽ മറ്റുള്ള സ്ഥാനങ്ങളിലുള്ള ആളുകളെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ പാർലമെന്റിന്റെ അംഗങ്ങളിൽ പകുതിയോളം ആളുകളുടെ വോട്ടെടുപ്പിൽ പങ്കെടുത്ത് അതിൽ 2/3 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള ആളുകളെ പുറത്താക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് രാഷ്ട്രപതിയുടെ മറ്റുള്ള അധികാരങ്ങളെക്കുറിച്ച് പറയുന്നത്. രണ്ടാമത്തത് നെക്സ്റ്റ് വരുന്നത് നയതന്ത്രപരമായ അധികാരങ്ങൾ, ഡിപ്ലോമാറ്റിക് പവേഴ്സ്. വിദേശ രാഷ്ട്രങ്ങളിൽ അംബാസിഡർമാരെ നിയമിക്കുന്നതിനും നയതന്ത്ര പ്രതിനിധികളെ നിയമിക്കുന്നതിനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. നേരത്തെ പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ധനപരമായ അധികാരങ്ങൾ, ഫിനാൻഷ്യൽ പവർ. ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഒരു ധനകാര്യ ബില്ലോ ഗ്രാന്റിനുള്ള അപേക്ഷയോ രാഷ്ട്രപതിയുടെ മുൻകൂട്ടിയുള്ള അനുമതി കൂടാതെ അവതരിപ്പിക്കുവാൻ പാടില്ല. അപ്പോൾ ലോക്സഭയിൽ ഒരു ധനകാര്യ ബില്ലോ അല്ലെങ്കിൽ ഗ്രാന്റിനുള്ള അപേക്ഷയൊക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രപതിയെ കണ്ട് മുൻകൂട്ടി അനുമതി വാങ്ങണം. അതിനുശേഷം മാത്രമേ ലോക്സഭയിൽ അവതരിപ്പിക്കുവാൻ പാടുകയുള്ളൂ. ഇനി അപ്രതീക്ഷിതമായ ഏതെങ്കിലും ചിലവുകൾ വന്നാൽ അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ള കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. രാഷ്ട്രപതിക്ക് അനുവദിക്കുന്നതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകമാക്കപ്പെട്ട പെട്ടെന്നുള്ള ഫ്ലഡോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിന്
വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത പോളിസിയിൽ പറഞ്ഞിട്ടുള്ള കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഫണ്ടിൽ നിന്ന് രാഷ്ട്രപതിക്ക് ആവശ്യമായ തുക ആ കാര്യത്തിലേക്ക് നീക്കിവെക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ. ഇതിൽ രാഷ്ട്രപതിയും പാർലമെന്റും ചേർന്നതാണ് കേന്ദ്രത്തിലെ നിയമനിർമ്മാണ സഭയെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. രാഷ്ട്രപതിക്കുള്ള നിയമനിർമ്മാണ അധികാരങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് കേട്ടോ. രാഷ്ട്രപതിക്കുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ. അതിൽ ഒന്നാമത്തത് പറയുന്നത് പാർലമെന്റിലെ ഇരു സഭകളെയും വിളിച്ചു കൂട്ടുന്നതിനും നിർത്തിവെക്കുന്നതിനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. പാർലമെന്റിലെ ഇരു സഭകൾ, പാർലമെന്റ് മന്ത്രിസഭ അതുപോലെ തന്നെ ലോക്സഭയും രാജ്യസഭയും, ഇവ രണ്ടും വിളിച്ചു കൂട്ടുവാനുള്ള അധികാരവും അവ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നിർത്തിവെക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. വർഷത്തിൽ 2 തവണ പാർലമെന്റ് വിളിച്ചു കൂട്ടാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഒരു വർഷത്തിൽ 2 തവണ വേണമെങ്കിൽ അദ്ദേഹത്തിന് പാർലമെന്റ് വിളിച്ചു കൂട്ടുവാൻ പറ്റുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് കലാ, സാഹിത്യം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 12 പേരെ രാജ്യസഭയിലേക്കും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളായി 2 പേരെ ലോക്സഭയിലേക്കും നോമിനേറ്റ് ചെയ്യുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ട്. കല, സാഹിത്യം, ശാസ്ത്രം ഇത്തരത്തിൽ പ്രധാന വിഷയങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള 12 പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളായി 2 പേരെ ലോക്സഭയിലേക്കും നോമിനേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യം വരുന്നത് പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിലോ ഇരു സഭകളുടെയും സംയുക്ത യോഗത്തിലോ പ്രസംഗിക്കുന്നതിനോ അതുപോലെ സന്ദേശം അയക്കുന്നതിനോ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അപ്പോൾ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? പാർലമെന്റിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ രണ്ട് സഭകളിലും എന്തെങ്കിലും പ്രത്യേകമാക്കപ്പെട്ട സാഹചര്യങ്ങൾ, പ്രത്യേകമാക്കപ്പെട്ട സന്ദേശങ്ങൾ അയക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ രാഷ്ട്രപതി പ്രസംഗിക്കാറുണ്ട്. ലോക്സഭയുടെ ആദ്യ സമ്മേളനം കൂടുമല്ലോ, അതിൽ രാഷ്ട്രപതി പ്രസംഗിക്കുന്നു. കൂടാതെ ഗവൺമെന്റിന്റെ നയപ്രസംഗവും രാഷ്ട്രപതിയാണ് ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ നയപ്രസംഗം ആദ്യം എന്തുണ്ടായിരിക്കും? നയപ്രസംഗം ഉണ്ടായിരിക്കും. അത് രാഷ്ട്രപതിയാണ് നിർവഹിക്കുന്നത്. ഏതെങ്കിലും ഒരു ബില്ലിന്റെ കാര്യത്തിൽ ഇരു സഭകളും വ്യത്യസ്ത അഭിപ്രായഗതികളാണ് പ്രകടിപ്പിക്കുന്നതെങ്കിലും ഇരു സഭകളുടെയും സംയുക്ത യോഗം വിളിച്ചു കൂട്ടുവാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഏതെങ്കിലും ഒരു ബില്ല് ആദ്യം ലോക്സഭയിലേക്ക് വന്നു, അപ്പോൾ അത് പാസ്സാക്കി. ഇനി രാജ്യസഭയിലേക്ക് വന്നിട്ട് അത് പാസ്സാക്കാൻ സാധിച്ചില്ല, എതിർപ്പുകൾ ധാരാളമായിട്ട് വന്നു എങ്കിൽ 2 സഭകളുടെയും ഒരുമിച്ച് കൂട്ടി ഒരു സംയുക്ത യോഗം വിളിച്ചു കൂട്ടുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. മാത്രമല്ല ഒരു ബില്ല് സഭ പാസാക്കിയതിന് ശേഷം രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കേണ്ടതിലേക്കായി തിരിച്ചയക്കുന്നതിനുള്ള അധികാരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബില്ല് സഭ പാസാക്കി ശേഷം രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുവാൻ വേണ്ടി അത് തിരിച്ചയക്കുക. ഇനി ഒന്നുകിൽ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് 2 സഭകളും പാസാക്കിയ ബില്ലാണ്, അത് രാഷ്ട്രപതിയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ആ കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്താൽ മതി? അതിൽ സൈൻ ചെയ്ത് പാസ്സാക്കിയാൽ മതി. അല്ലെങ്കിൽ വീണ്ടും അത് പാർലമെന്റിലേക്കും വീണ്ടും അത് ലോക്സഭയിലേക്കോ അല്ലെങ്കിൽ രാജ്യസഭയിലേക്കൊക്കെ തിരിച്ചയക്കുവാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്, രാഷ്ട്രപതിക്കും ഉണ്ട്. ഇനി രാഷ്ട്രപതിയുടെ അനുമതിയോടെ മാത്രമേ ഒരു ബില്ല് നിയമമാകുന്നുള്ളൂ. സാധാരണ ധനകാര്യ ബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കുവാൻ പാടുകയുള്ളൂ. അപ്പോൾ ധനകാര്യ ബില്ലുകളൊക്കെ ആണെങ്കിൽ ലോക്സഭയിൽ മാത്രമാണ് അവതരിപ്പിക്കുക. അല്ലാതെ ഇന്ത്യൻ സമൂഹത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിനൊക്കെ ബാധിക്കുന്ന ബില്ലുകളാണെങ്കിൽ അത് ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കുകയും പിന്നീട് രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും 2 സഭയും ഒരേപോലെ പാസ്സാക്കിയതിന് ശേഷം മാത്രമേ
രാഷ്ട്രപതിക്ക് അത് അയക്കുവാൻ പറ്റുകയുള്ളൂ. രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ബില്ല് നിയമമായിട്ട് പ്രാബല്യത്തിൽ വരികയും ചെയ്യുകയുള്ളൂ. ഇനി രാഷ്ട്രപതിയുടെ മറ്റൊരു അധികാരമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അധികാരങ്ങൾ. ഇവിടെ 123 വകുപ്പ് അനുസരിച്ച് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ശിക്ഷക്ക് വിധിച്ചവർക്ക് മാപ്പ് നൽകുന്നതിനോ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനോ ലഘൂകരിക്കുന്നതിനോ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇപ്പോൾ നമ്മൾ ഏറ്റവും താഴേക്കടയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജില്ലാ കോടതി തൂക്കിക്കൊല്ലുവാൻ വിധിച്ചു. സെഷൻ കോടതി അതുപോലെ ജില്ലാ കോടതിയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോയി, അവിടെയും വിധിച്ചു. ശേഷം സുപ്രീം കോടതിയിലേക്ക് പോയി. അവിടെ നിന്നും തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് തൂക്കിക്കൊല്ലാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ദയാഹർജി കൊടുക്കാം. പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാം. അങ്ങനെ ആ ദയാഹർജിയിൽ പ്രസിഡന്റ് തൂക്കിക്കൊല്ലണ്ട എന്ന് തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? തടവ് ശിക്ഷയായിട്ട് ഒഴിവാക്കും. അതായത് തൂക്കിക്കൊല്ലൽ ഒഴിവാക്കും. നേരെ മറിച്ച് അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുക, ഒരാളെ തൂക്കിക്കൊല്ലുക. അപ്പൊ ഇത്തരത്തിൽ സുപ്രീം കോടതി വിധിച്ച ശിക്ഷക്ക് മാപ്പ് നൽകുവാനും അതിന് ഇളവ് ചെയ്യുവാനോ അല്ലെങ്കിൽ ലഘൂകരിക്കുന്നതിനൊക്കെയുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. രാഷ്ട്രപതിക്ക് തൻ്റെ അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു കോടതിക്കും ചോദ്യം ചെയ്യുവാനുള്ള അവകാശം ഇല്ല. അതായത് സുപ്രീം കോടതി വിധിച്ച ഒരു വിധിയായിരുന്നു, പക്ഷെ അതിനെതിരായിട്ട് രാഷ്ട്രപതി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുവാനുള്ള അധികാരം ഒരു കോടതിക്കും ഇല്ല. അപ്പൊ അത്രത്തോളം പവർ ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. രാഷ്ട്രപതിക്കെതിരെ യാതൊരു വാറണ്ടും പുറപ്പെടുവിക്കുവാൻ ഒരു കോടതിക്കും അധികാരമില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് അടിയന്തര കാര്യങ്ങളാണ്. എമർജൻസി പവർ, അടിയന്തര അധികാരങ്ങൾ. വ്യത്യസ്ത രീതിയിലുള്ള 3 അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അതിൽ ഒന്നാമത്തത്, രാജ്യത്ത് വിദേശ ആക്രമണ ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതുപോലെ ആഭ്യന്തര അസ്വാസ്ഥ്യം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാലും, അതുപോലെ രാഷ്ട്രപതിക്ക് തൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തിന് മുഴുവനായിട്ടോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ 3 രീതിയിൽ അടിയന്തര ഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അവിടുത്തെ ഗവൺമെന്റ് ഭരണം നടത്തുന്നതിൽ പരാജയപ്പെട്ടാൽ ആ സംസ്ഥാനത്തിൽ മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ഈ 3 അടിയന്തരാവസ്ഥക്കും പാർലമെന്റിന്റെ അധികാരം ആവശ്യമാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പാർലമെന്റ് കൂടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അടിയന്തരാവസ്ഥക്കുള്ള സാഹചര്യമുണ്ട് എന്ന് പാർലമെന്റിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിയെ അറിയിക്കുകയും രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പട്ടാളാധികാരങ്ങൾ, മിലിറ്ററി പവർ. ഇവിടെ ഇന്ത്യൻ സൈന്യത്തിന്റെ സർവ സൈന്യാധിപനാണ് രാഷ്ട്രപതി. അതായത് ഇന്ത്യൻ സൈന്യത്തിന്റെ നേതാവ്, തലവൻ, കമാൻഡർ അതാരാണ്? സൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു രാജ്യത്തിന്റെ സൈനിക നേതാവ് ആരായിരുന്നു? രാജാവാണ് മുഴുവൻ പവറും ഉണ്ടായിരുന്നത്. ഇതേ രൂപത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സർവ സൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 രീതിയിലുള്ള സേനയാണുള്ളത്. അതിലൊന്ന് കരസേന, വ്യോമസേന, നാവികസേന. ഈ 3 സേനയുടെയും മേധാവികളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഏതെങ്കിലും രാഷ്ട്രവുമായി സഖ്യമുണ്ടാക്കുന്നതിനോ ഏതെങ്കിലും രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നതിനോ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഈ അധികാരങ്ങൾ പാർലമെന്റിലെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടപ്പിൽ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് പാർലമെന്റിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന പവർ, അധികാരമാണ് ഇംപീച്ച്മെന്റ്, റിമൂവൽ ഓഫ് ദ പ്രസിഡന്റ്. രാഷ്ട്രപതിയുടെ
പ്രവർത്തനത്തിൽ പാർലമെന്റിന് അസംതൃപ്തി തോന്നുന്നുവെങ്കിൽ നിയമപ്രകാരം ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനുള്ള അധികാരം അല്ലെങ്കിൽ ആ പ്രക്രിയക്കാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇംപീച്ച്മെന്റ് നമ്മളിപ്പോ ഇത്രയും നേരം ഒരു പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. ഇനി ഒരു പ്രസിഡന്റിന്റെ ഭരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി രാജ്യത്തിന് നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒഴിവാക്കാം. അതിനൊരു മാർഗം വേണമല്ലോ. അതിനെയാണ് റിമൂവൽ ഓഫ് ദ പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? രാഷ്ട്രപതിയുടെ പ്രവർത്തനത്തിൽ പാർലമെന്റിന് അസംതൃപ്തി തോന്നുന്നുവെങ്കിൽ നിയമപ്രകാരം ആ സ്ഥാനത്ത് നിന്ന് രാഷ്ട്രപതിയെ നീക്കം ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് പ്രസിഡന്റിന്റെ അധികാരങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഡിസ്ക്രൈബ് ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡന്റ്. ഇതുവരെ നമ്മൾ പ്രസിഡന്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റിന്റെ ചുമതലകളെ കുറിച്ച് വിവരിക്കുക. വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഉപരാഷ്ട്രപതി. നമ്മൾ നേരത്തെ രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞിരുന്നത്, ഇനി ഉപരാഷ്ട്രപതി. ഇവിടെ ഭരണഘടന പ്രകാരം നമുക്കൊരു വൈസ് പ്രസിഡന്റ് ഉണ്ട്. പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയും തെരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെന്റിന്റെ ഇരുസഭകൾ, അതായത് ലോക്സഭ അതുപോലെ രാജ്യസഭയാണ് വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുന്നത്. ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തി 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരനായിരിക്കണം. നേരത്തെ നമ്മൾ പ്രസിഡന്റിന് നിയമങ്ങൾ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം. രാജ്യസഭയിൽ അംഗമായിരിക്കുവാനുള്ള യോഗ്യത ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. ഔദ്യോഗികമായി അദ്ദേഹം രാജ്യസഭയുടെ ചെയർമാനാണ്. ഇപ്പോൾ രാജ്യസഭയുടെ ചെയർമാൻ ഔദ്യോഗികമായിട്ട് ആരായിരിക്കും? വൈസ് പ്രസിഡന്റിന് ആണ് ഔദ്യോഗിക സ്ഥാനം, രാജ്യസഭയുടെ ചെയർമാൻ സ്ഥാനം ലഭിക്കുന്നത്. രാജ്യത്തിൽ പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റിന് ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും സാഹചര്യം ഉണ്ട്, ഇന്ത്യ രാജ്യത്ത് പ്രസിഡന്റ് ഇല്ല, പ്രസിഡന്റ് പുറത്താണ് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങൾ വൈസ് പ്രസിഡന്റിന് നോക്കുവാനുള്ള ചുമതല വൈസ് പ്രസിഡന്റിനാണ്. പ്രസിഡന്റിന്റെ രാജി, അതുപോലെ മരണം, പിന്നെ കുറ്റവിചാരണ എന്നിവയാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിവ് വരുമ്പോൾ 6 മാസക്കാലം വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റായി പ്രവർത്തിക്കാവുന്നതാണ്. അതായത് പ്രസിഡന്റ് ഒന്നുകിൽ രാജിവെക്കുകയോ മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ചാർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുവരെ അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു കാലം മാക്സിമം ഒരു 6 മാസക്കാലം വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റായി പ്രവർത്തിക്കാവുന്നതാണ്. ഈ കാര്യങ്ങളാണ് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു വന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് എങ്ങനെയാണ്? പ്രധാനമന്ത്രിയുടെ നിയമനം ലോക്സഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെ തലവനെ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് നിയമിക്കുന്നു. അതായത് ലോക്സഭയിലേക്കുള്ള ആളുകളെ നമ്മൾ MP-മാർ, മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയാലോ. അപ്പൊ ഈ ലോക്സഭയിലെ MP-മാരിൽ ഏത് പാർട്ടിയാണോ അല്ലെങ്കിൽ ഏത് കക്ഷികളാണോ ഭൂരിപക്ഷം നേടിയിരിക്കുന്നത് ആ വിഭാഗത്തിന്റെ തലവനെയാണ് പ്രധാനമന്ത്രിയായി കണക്കാക്കുക. ആ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് ആരായിരിക്കും? പ്രസിഡന്റാണ് പ്രധാനമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരം മറ്റ് മന്ത്രിമാരെ പ്രസിഡന്റ് നിയമിക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രി പറയുന്നതിനനുസരിച്ച് പ്രസിഡന്റ് നിയമിക്കുകയാണ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ പവർ, ഫങ്ഷൻ ആൻഡ് റോൾ ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ, പ്രവർത്തനങ്ങൾ വിശദീകരിക്കുക. അധികാരങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇനി പറയുന്നത്. കേന്ദ്രമന്ത്രിസഭയിലെയും ഗവൺമെന്റിലെയും അധികാര കേന്ദ്രമാണ് പ്രധാനമന്ത്രി.
അതായത് കേന്ദ്ര മന്ത്രി സഭ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തുള്ള പാർലമെന്റ് ഉണ്ടല്ലോ, അതായത് ലോക്സഭ, അവിടെയുള്ള മന്ത്രിമാരാണ് കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത്. അതുപോലെ അവിടെയുള്ള കേന്ദ്ര ഗവൺമെന്റ്, ഈ രണ്ട് കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രം, വലിയ സ്ഥാനം ലഭിക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി. മന്ത്രിസഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതും അവർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അവിടേക്ക് ആവശ്യമായിട്ടുള്ള മന്ത്രിമാരെ തെരഞ്ഞെടുക്കുക, അവർക്ക് ഏതെല്ലാം വകുപ്പുകൾ നൽകണം, ഇതിനൊക്കെയുള്ള ഉത്തരവാദിത്വവും അധികാരവും പ്രധാനമന്ത്രിക്കാണ് ഉള്ളത്. കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല എങ്കിൽ അവർക്ക് വകുപ്പുകൾ മാറ്റി നൽകുവാനും അവരുടെ രാജി ആവശ്യപ്പെടുവാനും പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിലൊക്കെ അകപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ചുകൊണ്ട് രാജി ആവശ്യപ്പെടുവാനുള്ള അവകാശം പ്രധാനമന്ത്രിക്കുണ്ട്. കേന്ദ്രമന്ത്രിസഭയും പ്രസിഡന്റുമായുള്ള ലിങ്കായി പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പാർലമെന്റിൽ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പ്രസിഡന്റിനെ അറിയിക്കേണ്ട ചുമതല, ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? പ്രധാനമന്ത്രിക്കാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന്റെയും കേന്ദ്രമന്ത്രിസഭയുടെയും ഇടയിലുള്ള ഒരു ഇടവർത്തി അല്ലെങ്കിൽ ലിങ്കായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളെ കൂട്ടി ക്യാബിനറ്റ് രൂപീകരിക്കുന്നു. അതായത് കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാരുണ്ടായിരിക്കും. അതായത് ഈ കേന്ദ്രത്തിലാകുമ്പോൾ രണ്ട് തരം മന്ത്രിമാരാണ് ഉണ്ടാവുക. ഒന്നാമത്തത് ക്യാബിനറ്റ് മന്ത്രി, അതായത് വകുപ്പ് തലവൻ. ഇപ്പോൾ റെയിൽവേ ക്യാബിനറ്റ് മന്ത്രി എന്ന് പറഞ്ഞാൽ ആ റെയിൽവേയുടെ പ്രധാനപ്പെട്ട മന്ത്രിയാണ് ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കീഴിൽ ചില സഹമന്ത്രിമാരുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ മന്ത്രിമാർ പോകുന്നുണ്ടല്ലോ, സഹമന്ത്രിമാർ. അപ്പൊ അവര് സഹമന്ത്രിമാരാണ്. അവര് സഹമന്ത്രിമാർ അല്ലെങ്കിൽ മന്ത്രിമാർ എന്നാണ് അറിയപ്പെടുക. ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മന്ത്രിയാണ് ക്യാബിനറ്റ് മന്ത്രി എന്ന പേരിൽ അറിയപ്പെടുക. അപ്പൊ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന മന്ത്രിമാരെ ഒരുമിച്ച് കൂട്ടുന്നതാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിസഭ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളെ കൂട്ടി ക്യാബിനറ്റ് രൂപീകരിക്കുന്നു. ഈ ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രധാനമന്ത്രിയാണ് പ്രസിഡന്റിനെ അറിയിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അനുവാദം കൂടാതെ ഒരു മന്ത്രിമാർക്കും പ്രസിഡന്റിനെ നേരിട്ട് സന്ദർശിക്കുവാനുള്ള അധികാരം ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് പ്രസിഡന്റിനെ സന്ദർശിക്കണമെങ്കിൽ അതിനാദ്യം പ്രധാനമന്ത്രിയുമായിട്ട് അനുമതി മേടിക്കണം. അതിനുശേഷം മാത്രമേ ഏതൊരു മന്ത്രിക്കും പ്രസിഡന്റിനെ കാണുവാനുള്ള അവകാശമുള്ളൂ. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് പ്രസിഡന്റ് ലോക്സഭാ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. പ്രധാനമന്ത്രി ലോക്സഭയുടെ നേതാവ് മാത്രമല്ല, രാജ്യസഭയുടെയും നേതാവാണ്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് സഭകളാണ് നമുക്കുള്ളത്, ലോക്സഭയും അതുപോലെ രാജ്യസഭയും. രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട നേതാവ്, അധികാരം ആർക്കാണുള്ളത്? പ്രധാനമന്ത്രിക്കാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ റോൾ ഓഫ് ദ ക്യാബിനറ്റ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്യാബിനറ്റ് മന്ത്രിസഭയുടെ പങ്കിനെ കുറിച്ച് വിശദീകരിക്കുക. ഭരണകേന്ദ്രമായിട്ടുള്ള ഒരു വിഭാഗം മുതിർന്ന മന്ത്രിമാരുടെ അനൗദ്യോഗിക ഘടകമാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മുതിർന്ന മന്ത്രിമാരുണ്ടല്ലോ, അവരുടെ കൂട്ടായ്മയാണ് ക്യാബിനറ്റ്. സുപ്രധാന ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നത് ക്യാബിനറ്റാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ക്യാബിനറ്റാണ്. ക്യാബിനറ്റ് പ്രാധാന്യമേറിയ നിയമനിർമ്മാണ പ്രവർത്തനമാണ്. പാർലമെന്റ് സമ്മേളനം നടത്തുന്നതിൻ്റെയും അത് നീട്ടിവെക്കുന്നതിൻ്റെയും തീയതികൾ നിശ്ചയിക്കുന്നത് ക്യാബിനറ്റാണ്. അപ്പോൾ ക്യാബിനറ്റിന്റെ തീരുമാനപ്രകാരമാണ് പാർലമെന്റ് സമ്മേളനം കൂടുന്നതും അത് ആവശ്യമെങ്കിൽ അത് നീട്ടിവെക്കുക, മാറ്റിവെക്കുക, കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ക്യാബിനറ്റ് കൂടിയിട്ടാണ്. മാത്രമല്ല പ്രസിഡന്റിനോട് ഓർഡിനൻസ് പുറപ്പെടുപ്പിക്കുവാൻ ശുപാർശ ചെയ്യുന്നതിനുള്ള അധികാരവും ക്യാബിനറ്റിന് ഉണ്ട്. പ്രസിഡന്റിനോട് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ ക്യാബിനറ്റിന് ശുപാർശ ചെയ്യുവാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ
ഭരണപരമായ പ്രവർത്തനങ്ങളെന്ന് ദേശീയ നയരൂപീകരണവും എല്ലാ മന്ത്രിമാരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ക്യാബിനറ്റിലെ ചർച്ചകളുടെ വെളിച്ചത്തിലാണ് ധനകാര്യമന്ത്രി വാർഷിക ബജറ്റ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ എല്ലാ വർഷങ്ങളിലും ബജറ്റ് അവതരിപ്പിക്കും. ആരാണ് ബജറ്റ് അവതരിപ്പിക്കുക? ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുക. അപ്പോൾ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ മന്ത്രിമാരെയും ഒരുമിച്ച് കൂട്ടി അവരുടെ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചതിന് ശേഷം ക്യാബിനറ്റിലൂടെ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ് ധനകാര്യമന്ത്രി വാർഷിക ബജറ്റ് തയ്യാറാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ക്യാബിനറ്റാണ് ഗവൺമെന്റിന്റെ വിദേശ നയത്തെ തീരുമാനിക്കുന്നത്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ക്യാബിനറ്റാണ്. അതുപോലെ അന്തർദേശീയ കരാറുകളും മറ്റും അംഗീകരിക്കുക, വിവിധ രാജ്യങ്ങളുമായുള്ള അംബാസഡർമാരുടെ നിയമനത്തിലും പ്രധാനപ്പെട്ട പങ്ക് ആർക്കുണ്ട്? ക്യാബിനറ്റ് പ്രവർത്തിച്ച് അവർ തീരുമാനിക്കുന്നതിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വിവിധ രാജ്യങ്ങളുമായുള്ള അംബാസഡർമാരുടെ നിയമനം, വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതിനൊക്കെ മുമ്പായിട്ട് ക്യാബിനറ്റ് കൂടുകയും ആ ക്യാബിനറ്റ് മന്ത്രിമാർക്കിടയിൽ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് ക്യാബിനറ്റ് മന്ത്രിമാരുടെ റോൾ, പങ്കിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്? ഡിസ്ക്രൈബ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കേന്ദ്ര മന്ത്രിസഭയെക്കുറിച്ച് വിവരിക്കുക. കേന്ദ്ര മന്ത്രിസഭ. അപ്പം നമ്മൾ നേരത്തെ ക്യാബിനറ്റ് മന്ത്രിസഭയെക്കുറിച്ച് പറഞ്ഞു. ഇനി പറയുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ്. പാർലമെന്റ് സമ്പ്രദായത്തിലുള്ള ഭരണകൂടമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത്. പാർലമെന്ററി സമ്പ്രദായത്തിലുള്ള ഭരണകൂടമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കുന്നത്. കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭയുണ്ടാക്കുന്നതിനുള്ള വ്യക്തമായ വ്യവസ്ഥ ഭരണഘടനയിലുണ്ട്. അത് ആർട്ടിക്കിൾ 74 പ്രകാരം കാര്യനിർവഹണത്തിൽ പ്രസിഡന്റിനെ സഹായിക്കുവാനും ഉപദേശിക്കുവാനുമായി പ്രധാനമന്ത്രി അധ്യക്ഷനായി ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. ഈ കേന്ദ്ര മന്ത്രിസഭ ആരാണ് രൂപീകരിക്കുന്നത്? പ്രധാനമന്ത്രിയാണ് രൂപീകരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ വകുപ്പുകളെയും വേർതിരിക്കുകയും ആ വകുപ്പുകൾക്കെല്ലാം ഓരോ മന്ത്രിമാരെയും തീരുമാനിക്കുന്നത്. ഓരോ വകുപ്പിന്റെയും അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മന്ത്രിയെ നമ്മൾ എന്ത് പറയും? ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയും. ഇനി ആ വകുപ്പിന്റെ താഴെ വരുന്ന 3 or 4 മന്ത്രിമാർ അല്ലെങ്കിൽ 1 or 2 മന്ത്രിമാരെ സഹമന്ത്രിമാർ എന്ന് പറയും. അവരുടെ കൂട്ടായ്മയാണ് കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത്. അതിലാരുണ്ടായിരിക്കും? ഈ ക്യാബിനറ്റ് മന്ത്രിമാരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ പ്രസിഡന്റിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന ആളുകളാണ് ഇവിടെ മന്ത്രിസഭ രൂപീകരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 74 പ്രകാരം കാര്യനിർവഹണത്തിൽ പ്രസിഡന്റിനെ സഹായിക്കുവാനും ഉപദേശിക്കുവാനുമായി പ്രധാനമന്ത്രി അധ്യക്ഷനായി ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. പ്രധാനമന്ത്രിയുടെ ഉപദേശമനുസരിച്ച് പ്രസിഡന്റാണ് കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയമിക്കുന്നത്. ഏതെങ്കിലും മന്ത്രി പാർലമെന്റിൽ അംഗമല്ലെങ്കിൽ മന്ത്രിയായി 6 മാസത്തിനുള്ളിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടണം. അതായത് ഇനി ഒരു മന്ത്രിയെ കേന്ദ്രമന്ത്രിയായി പ്രഖ്യാപിച്ചു, പക്ഷേ പാർലമെന്റിൽ നിന്നാണ് പ്രഖ്യാപിച്ചത് എങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിപ്പെട്ടില്ല എങ്കിൽ ഈ പ്രഖ്യാപിച്ചതിന് ശേഷം 6 മാസത്തിനുള്ളിൽ അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കണം. എങ്കിൽ മാത്രം അദ്ദേഹത്തിന് കേന്ദ്ര മന്ത്രിസ്ഥാനത്ത് തുടരുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി?
കൂട്ടുത്തരവാദിത്തം എന്നാൽ എന്താണ്? കൂട്ടുത്തരവാദിത്തം. ഇവിടെ കേന്ദ്ര മന്ത്രിസഭയ്ക്കും പാർലമെന്റിനും കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിസഭ അതുപോലെ പാർലമെന്റ്, അതായത് പാർലമെന്റിലെ അംഗങ്ങൾ നമ്മൾ എന്ത് പറയും? MP-മാർ എന്ന് പറയും. അവർ തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അതാത് പാർട്ടി നിയമിക്കുന്ന അവരുടെ തലവന്മാരാണ് കേന്ദ്ര മന്ത്രിസഭയായിട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കൂട്ടക്കാരും ഒരേ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. കേന്ദ്ര മന്ത്രിസഭയ്ക്കും പാർലമെന്റിനും കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്ററി ഭരണ സമ്പ്രദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അതേതാണ്? കൂട്ടുത്തരവാദിത്തമാണ്. ഓരോ മന്ത്രിയും അവരുടെ വകുപ്പുകളിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളിലും മാത്രമല്ല, മറ്റു വകുപ്പുകളിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളിലും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് ഓരോ മന്ത്രിമാർക്കും അവരുടെ വകുപ്പുകളുണ്ട്, അതുപോലെ അവരുടെ വകുപ്പുകളിലെ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലൊക്കെ എല്ലാ മന്ത്രിമാർക്കും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കണം. പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് തോന്നിയാൽ മന്ത്രിസഭയെ പുറത്താക്കുന്നതിനുള്ള അധികാരം ലോക്സഭയ്ക്ക് ഉണ്ട്. ഓരോ വകുപ്പുകളിലെയും പ്രവർത്തനം സംബന്ധിച്ച് അതാത് മന്ത്രിമാർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ മൊത്തത്തിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് പൊതുവായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ പുറമെ അതാത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഉത്തരവാദിത്തങ്ങൾ അതാത് ഡിപ്പാർട്ട്മെന്റ് മന്ത്രിക്കും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കൂ, 11ാമത്തെ ക്വസ്റ്റ്യൻ: ഡിഫൈൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാബിനറ്റ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കേന്ദ്ര മന്ത്രിസഭയും ക്യാബിനറ്റ് മന്ത്രിസഭയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? കേന്ദ്ര മന്ത്രിസഭ, ക്യാബിനറ്റ് മന്ത്രിസഭ. ഇവിടെ ക്യാബിനറ്റിൽ വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള മുതിർന്ന മന്ത്രിമാർ മാത്രമാണ് ഉണ്ടാവുക. ക്യാബിനറ്റ് മന്ത്രിസഭയിൽ ആരാണ് ഉണ്ടാകുക? വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള മുതിർന്ന മന്ത്രിമാർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാക്കി തിരിക്കുകയും ആ ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും ഹെഡായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിരിക്കും. അദ്ദേഹത്തിനെയാണ് ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ക്യാബിനറ്റിൽ വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള മുതിർന്ന മന്ത്രി മാത്രമാണ് ഉണ്ടായിരിക്കുക. എന്നാൽ മന്ത്രിസഭയിലോ എല്ലാ മന്ത്രിമാരും ഉൾപ്പെടും. അതായത് ആ മന്ത്രിയും ഉൾപ്പെടും, അവരുടെ താഴെ വരുന്ന സഹമന്ത്രിമാരുണ്ടായിരിക്കും, അവരുടെ അസിസ്റ്റൻ്റായിട്ട് വരുന്ന സഹമന്ത്രിമാരുണ്ടായിരിക്കും. അവരാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നത്. ഇനി മൊത്തം മന്ത്രിമാരുടെ പേരിലാണ് ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നത്. ഒരു മന്ത്രിസ്ഥാനത്തേക്ക് അധികാരമേൽക്കുമ്പോൾ പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. അപ്പോൾ ഇവർക്ക് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് സത്യവാചകന്മാരെ ചൊല്ലിക്കൊടുക്കുക? പ്രസിഡന്റാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മന്ത്രിമാർ ചൊല്ലുകയും ചെയ്യും. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസും നിശ്ചയിക്കുന്നത് പാർലമെന്റാണ്. സാധാരണഗതിയിൽ എല്ലാ മന്ത്രിമാർക്കും ഓരോ വകുപ്പ് നൽകിയിട്ടുണ്ടാകും. ചിലപ്പോൾ വകുപ്പില്ലാത്ത മന്ത്രിമാരും ഉണ്ടാകാറുണ്ട്. മന്ത്രിയായിരിക്കും, അതിനുള്ള സാലറി മറ്റുള്ള അലവൻസുകളൊക്കെ ലഭിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് വകുപ്പില്ലാത്ത മന്ത്രിയായിട്ടാണ് ഉണ്ടായിരിക്കുക. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അങ്ങനെ വകുപ്പില്ലാ മന്ത്രിമാർ ഉണ്ടാകാറുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, എക്സ്പ്ലെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൗൺസിൽ മിനിസ്റ്റേഴ്സ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. കേന്ദ്ര മന്ത്രിസഭയുടെ ഉത്തരവാദിത്തങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ വരുന്നത് ആൻസർ നോക്കൂ. പ്രധാനമായിട്ടും രാജ്യഭരണമാണ് കേന്ദ്ര മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ചുമതല. രാജ്യത്തെ വളരെ കൃത്യമായ രീതിയിൽ ഭരണം നടത്തണം, ഭരിച്ചു കൊണ്ടുപോകണം. അതാണ് മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ചുമതല. രാജ്യത്ത് പൂർണ്ണ സമാധാനം ഉറപ്പുവരുത്തേണ്ടത് മന്ത്രിസഭയുടെ ചുമതലയാണ്. രാജ്യത്ത് സമാധാനം ഉറപ്പുവരുത്തണം. അതുപോലെ വിദേശ ആക്രമണങ്ങളെ തൊട്ട് തടയുകയും അതിർത്തികൾ സംരക്ഷിക്കുകയും വേണം. ഇതിനുവേണ്ടി കേന്ദ്ര മന്ത്രിസഭ ജാഗരൂകരായി ഇരിക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഏത് സമയത്തും
ആക്രമണം നേരിടേണ്ട അവസ്ഥയാണ്. ഇന്ത്യയുടെ ബന്ധുശത്രുക്കളായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്നെല്ലാം ഏത് സമയത്തും ആക്രമണം ഉണ്ടാകും. അപ്പം ഇത്തരത്തിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം വരാത്ത രീതിയിൽ അവയൊക്കെ തടഞ്ഞു നിർത്തേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? കേന്ദ്ര മന്ത്രിസഭയ്ക്കുണ്ട്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് വിദേശ രാജ്യങ്ങളുമായ നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തുവാൻ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ചുമതലകളുണ്ട്. വിദേശ രാജ്യങ്ങളുമായിട്ട് ചേരുന്ന കരാറുകൾ അതിനെയാണ് നയതന്ത്ര ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അത് കൃത്യമായി പുലർത്തുവാൻ മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ട്, ചുമതലയുണ്ട്. ഇനി ജനങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ ക്ഷേമം വളർത്തുവാൻ മന്ത്രിസഭ ശ്രദ്ധിക്കണം. ദേശീയ നയം നിശ്ചയിക്കുക, വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമുണ്ടാക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും തയ്യാറാക്കുക, നിയമനിർമ്മാണം നടപ്പിലാക്കുക എന്നിവയാണ് മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ പെടുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യമായ ഇടപെടൽ മന്ത്രിസഭയ്ക്ക് ഉണ്ടായിരിക്കണം. അതവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. ദേശീയാസൂത്രണം, രാജ്യരക്ഷാ നയം, വ്യാപാരവും വാണിജ്യവും സംബന്ധിച്ച നയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും ആരായിരിക്കും? മന്ത്രിസഭയായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് കേന്ദ്ര മന്ത്രിസഭയുടെ ഉത്തരവാദിത്തങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 10ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശേഷമുള്ള ചാപ്റ്ററുകളും ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സാറൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.